അതിർത്തി ആയിരിക്കും അതിർത്തിയുള്ളത്. അവർക്ക് അതിർത്തിയുടെ അതിർത്തി നമ്മൾ പരിശോധിക്കും. പോട്ടാ, അതിർത്തി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആയിക്കോട്ടെ അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ. നന്നായി, അതെങ്കിലും ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ. ഇവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പരിശോധിക്കുന്നു. ഓ, എഴുതിക്കോ. തള്ളി എന്നാൽ നാളെ വരിക. അതാ നിങ്ങളെ വാർത്ത. സതീ ചെറിയാനെ തള്ളി, അത് പറയാനാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ നന്നായിട്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ സമർത്ഥന്മാരും ഞങ്ങളൊന്നും ഒരു ചുക്കും തിരിക്കാതെ ഇങ്ങനെ നടക്കുന്നതാണ്. നിങ്ങൾ എഴുതാൻ തീരുമാനിക്കുന്ന വാർത്തക്ക് അടിസ്ഥാനം എൻ്റെ ഭാഗത്ത് കിട്ടണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അത് കിട്ടൂല. എന്നാൽ ഞങ്ങൾ പരിശോധിക്കേണ്ട എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അതിന് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു നിലപാട് ഞങ്ങൾക്കില്ല. എന്തും പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തുറന്ന മനസ്സാണ്. പ്രസ്താവന സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പരാതി ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ ഈ സാംസ്കാരിക നിങ്ങളേതാ ഔചിത്യമുണ്ട്. അത് ഞാൻ ഏതാ ജനകീയ എനിക്കതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല. ഞാനെന്താ പറഞ്ഞാൽ മുൻവിധി എനിക്കില്ല. ഞാനിപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ആരാ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല. നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എടുക്കുന്ന നിലപാട് എന്താ പറഞ്ഞാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഞങ്ങൾക്കതിൽ വേറെ ഒരു തരത്തിലുള്ള റിസർവേഷനും ഇല്ല. പറയാനുള്ളത് പറയാം. പറയുമ്പോൾ അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ വായിൽ നിന്ന് വരുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമുണ്ട്. ആ ശ്രമത്തിന് വിധേയപ്പെടാൻ ഞാനില്ല. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് വേറൊരു ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് വേറൊരു ഹെഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നാളെ മന്ത്രി കുറേയും കൂടി ജാഗ്രത പുലർത്തണം എന്ന് MP പോകുന്നത്. അതിനൊന്നും ഞാനില്ല. അതാ ഞാൻ പറഞ്ഞത്. അമ്മാതിരൊന്നും വർത്തമാനത്തിന് ഞാനില്ല. ഇവിടെ ഇപ്പോൾ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും വല്ല രീതിയിലുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസപ്പെടുത്തുന്ന പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ പരിശോധന ഞങ്ങൾ നടത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. യാതൊരു തരത്തിലുള്ള വളച്ചുകെട്ടുമില്ലാണ്ട്. ആ പണ്ട് മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അമിത്ഷാ വന്നിരുന്നു. മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അമിത്ഷാ വന്നിരുന്നു. പ്രസ്താവനയാണ്. ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമാണ്. അത് എഴുതിക്കോ. നാളെ ഏത് പത്രത്തിലൊക്കെ വരും നോക്കാം. ശുദ്ധ അസംബന്ധ പ്രഖ്യാപനം ഒരു നാടിനെ അവമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അദ്ദേഹം സംഘപരിവാറിൻ്റെ ഒരു അജണ്ട കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ പോലുള്ള ഒരു ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം അസംബന്ധ പ്രഖ്യാപനങ്ങളാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഏതെങ്കിലും ബിഷപ്പ് ഹൗസിൽ ആരെങ്കിലും പോകുന്നൊന്നും വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ പോകാറില്ലേ ബിഷപ്പ് ഹൗസിൽ? അതത്ര കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഭൗതിക പശ്ചാത്തലം എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് മണിപ്പൂരിൽ പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള കുങ്കികൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു. കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിട്ട് സ്ത്രീകളെ വലിച്ചിഴച്ച് നഗ്നരായിട്ട് കൊണ്ടുപോകുന്നു. അത് ലോകം മുഴുവൻ കൃത്യമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ക്ലിപ്പുകളായിട്ട് മാറുന്നു. അങ്ങനെയെല്ലാമുള്ള സന്ദർഭത്തിൽ
സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, എന്തേ പ്രധാനമന്ത്രി അത്ര കഠിനമായ രീതിയിലുള്ള കടന്നാക്രമണം നടന്ന മണിപ്പൂരിലേക്കില്ല, അവിടെ എന്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്നില്ല? പിന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ആളെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതാ കാര്യം, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. അത് ബിഷപ്പുമാർ പോകണോ പോകണ്ടോ എന്നുള്ളതെല്ലാം ബിഷപ്പുമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലൊന്നും ഞങ്ങൾ കയറി ഒരു അഭിപ്രായം പറയേണ്ടുന്ന പ്രശ്നമില്ല.